അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വേനലിൽ നമ്മൾക്ക് രുചിയായിട്ടൊരു ഷെയ്ക്ക് അടിച്ച് കുടിച്ചാലോ? നല്ല അടിപൊളി ഷാർജ ഷെയ്ക്ക് എങ്ങനെയാണ് അടിക്കാമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിക്സിൻ്റെ മേലെ ജാറ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഒരു 120 ഗ്രാമോളം പഴം, നല്ല പൂവൻ പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 200 ml ഞാൻ പാലെടുത്തിട്ടുണ്ട്. പാലെന്ന് പറയുമ്പോൾ ലോങ് സ്റ്റേ മിൽക്കാണ് കേട്ടോ. ലോങ് മിൽക്കൊക്കെ വരില്ലേ, ഷെയ്ക്കൊക്കെ അടിക്കാൻ പറ്റിയ പാൽ, പച്ചപ്പാൽ തന്നെയാണ് ഞാൻ ഷെയ്ക്ക് അടിക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 100 ഗ്രാം ഷുഗർ, പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ആ പഴം ഇട്ട് കൊടുക്കുക. പഴം ഇട്ടിട്ട് അതിൻ്റെ മേലെ ഈ 200 ഗ്രാം പാല് എടുത്തില്ലേ, അതിൽ പാതി പാല് അതിൽ ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം മിക്സി മൂടി വെച്ചിട്ട് ആദ്യം ഒരു 2-3 തവണ പൾസിലിട്ട് അടിക്കണം. ഇതാ സൗണ്ട് കേൾക്കുന്നത് കണ്ടില്ലേ, അതുപോലെ അടിക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കില്ലേ, ആ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പാലും ഇതും കൂടി നന്നായിട്ട് കട്ടിയായിട്ട് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നിങ്ങൾ എടുത്ത് വെച്ച ആ പഞ്ചസാര ഫുള്ളും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്നും കൂടി പൾസിൽ തന്നെ അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ലൂസായ പഞ്ചസാരയൊക്കെ ആയപ്പോൾ തിക്നെസ് കുറച്ച് കുറഞ്ഞിട്ട് ആ ഷെയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എടുത്ത് വെച്ച പാല് മുഴുവനായിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ എടുത്ത് വെച്ച വാനില എസൻസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായോ, ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇല്ല, ഇതൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര മാത്രം മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനം. എന്നിട്ട് ഇനി നല്ല സ്പീഡിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അടിച്ചു കൊടുക്കുന്ന പോലെ. അത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ നല്ല പത പോലെ പൊന്തി വരും. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ഇതുവരെയ്ക്കും എൻ്റെ വീഡിയോ കാണാത്തവർ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും.